കുട്ടികൾക്ക് നേരെയാണ് കണ്ണടച്ചത്. പക്ഷേ ലോകം മുഴുവൻ ഇരുട്ടാണെന്ന് പറയരുത്. വരും തലമുറയ്ക്കെതിരെയാണ് ജോറി കണ്ണടച്ചത്. പ്രകാശ് രാജിനെതിരെ ദേവനന്ദ. അതിനിപ്പോൾ ഈ കുട്ടികളെ അഭിനയിച്ചുകൊണ്ടുള്ള സിനിമകളൊക്കെ വളരെ വിരളമാണ്. കൊടുക്കുവാണെങ്കിൽ എന്തെങ്കിലും നായകൻ്റെയോ നായികയുടെയോ അല്ലെങ്കിൽ ചെറുപ്പകാലം കുറച്ച്, അതായത് പണ്ടത്തെ പോലെ മുഴുനീള ക്യാരക്ടർ അങ്ങനെ കൊടുത്തങ്ങനെ കാണുന്നില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഷൈൻ ടോം ചാക്കോ എങ്ങാണ്ട് ഇതിനെതിരെ സ്വഭാവനേരെ കിട്ടിയില്ല എന്നും പറഞ്ഞ് കുറേ പ്രശ്നം ഉണ്ടാക്കി ഓർക്കണ്ടല്ലോ, അന്ന് കള്ളു കുടിച്ചിട്ട് പുള്ളി. അതുപോലെ തന്നെ അത് പുള്ളിയുടെ ന്യായം പുള്ളി പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇതും. കള്ളു കുടിച്ചിട്ടൊന്നും അല്ല കേട്ടോ ദേവനന്ദ പറഞ്ഞത്, അതായിട്ട് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ദേവനന്ദ പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ട് കുട്ടികൾക്കുള്ള റോളുകൾ അങ്ങനെ കൊടുക്കുന്നത് കുറവാണ്. പിന്നെ ബാലതാര ചിത്രം എന്നുള്ള കാറ്റഗറി ഉണ്ട്. എന്തുകൊണ്ട് അത് തിരഞ്ഞെടുത്തില്ല എന്നുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ സംവിധായകർ കുട്ടികളെ വേണമെങ്കിൽ നായികയുടെ ചെറുപ്പം അല്ലെങ്കിൽ നായകൻ്റെ ചെറുപ്പം അങ്ങനെയുള്ള ചെറിയ ചെറുപ്പങ്ങളിലൊക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. ഇനി കുട്ടികൾക്കുള്ള ഈ വർഷമെങ്കിലും കുട്ടികൾക്കുള്ളൊരു കഥാപാത്ര പ്രാധാന്യം സിനിമാ സംവിധായകർ കൊടുക്കണം. തീർച്ചയായിട്ടും അത് വലിയ അവാർഡ് ഫിലിമായി, ഒരു ഷോർട്ട് ഫിലിം അല്ല, അല്ലാതെ ഒരു വലിയ തിയേറ്ററിലൊന്നും ഓടാത്ത സിനിമകൾ കാണല്ലോ അവാർഡിലേക്കണേ. അങ്ങനത്തെ ചില സിനിമകളൊക്കെ എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്.